ഹലോ ഗായ്സ്, വെൽക്കം ടു ഡേ 4 ഓഫ് അവർ സ്റ്റഡി ചാലഞ്ച്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് നമ്മൾ റിലേറ്റീവ് പ്രോനൗൺസ് ആണ് പഠിക്കാൻ പോകുന്നത്. സോ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോൾ തന്നെ മണി 3:30 ആയിട്ടുണ്ടായിരുന്നു ഈവനിങ്. ബിക്കോസ് ഇന്ന് ക്ലാസ്സൊക്കെ ഉള്ള ദിവസമായിരുന്നു. എന്നിട്ട് ക്ലാസ്സിനൊക്കെ പോയിട്ട് വന്നിട്ടാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. അങ്ങനെ റിലേറ്റീവ് പ്രോനൗൺ പഠിച്ചു. ഇത് നാളത്തെ എക്സാമിനുള്ളൊരു ടോപ്പിക്കാണ്. അത് യൂട്യൂബിലൊരു ക്ലാസ്സൊക്കെ കണ്ട് അതിൻ്റെ നോട്ടൊക്കെ എഴുതി അതങ്ങ് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നാളത്തെ എക്സാമിനുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ് പഠിച്ചത്. നമ്മുടെ ക്രിയ, മലയാളത്തിൻ്റെ ക്രിയയില്ലേ, ആ ടോപ്പിക്കാണ് പഠിച്ചത്. എനിക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു അത്. സത്യം പറഞ്ഞാൽ എനിക്കൊരു പുതിയ ടോപ്പിക്കായിരുന്നു. അതുകൊണ്ട് അത് നല്ല രീതിക്ക് തന്നെ പഠിച്ചു. അത് പഠിച്ചു കഴിഞ്ഞ എക്സാമിന് ക്രിയയുടെ ഭാഗത്തുനിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് ആ ഭാഗം, ക്രിയ എന്ന് പറയുന്ന ഭാഗം നല്ല രീതിക്ക് ഞാൻ ഒന്ന് പഠിച്ച് സെറ്റപ്പാക്കി വെച്ചു ഗൈസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നത് നമ്മുടെ ഇന്നത്തെ ഡേ 4ൻ്റെ ടോപ്പിക്കായിട്ടുള്ള അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ടോപ്പിക്കാണ് പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നത്. സോ അത് ഓൾറെഡി നമുക്ക് ക്ലാസ് കിട്ടിയ ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ അതിലുള്ള പ്രോബ്ലംസും പിന്നെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമ്മുടെ റാങ്ക് ഫയലിലെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് അതിൻ്റെ ഇക്വേഷൻസൊക്കെ പഠിച്ച് അത്യാവശ്യം അതിനെ നല്ല രീതിയിൽ പഠിച്ചു വെച്ചു. ഇതൊരിക്കൽ ഞാൻ പഠിച്ചതാണ്. സോ ഇതുകൊണ്ട് ഇത് ലൈക്ക് ഒരു റിവിഷൻ പോലെയും കൂടി ആയിരുന്നു എനിക്ക് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇന്ന് ഡേ 4 പഠിക്കാനുള്ള അടുത്ത ടോപ്പിക്കായിട്ടുള്ള റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, നമ്മുടെ സുപ്രധാന നിയമങ്ങളുടെ ഇതിൽ വരുന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. ഞാൻ ഇടയ്ക്ക് കുറച്ചിത് നമ്മുടെ CPOയുടെ ടെസ്റ്റിന് വേണ്ടിയിട്ട് എന്തോ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതിൽ കുറച്ച് മാർക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ട് അതൊന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നു പഠിച്ചിട്ടുണ്ടെങ്കിലും. സോ എന്തായാലും ഞാൻ അതും കൂടി പഠിച്ചു. എൻ്റെ ചുമരിലൊട്ടിക്കാനുള്ള സ്റ്റിക്കി നോട്ടിൽ എഴുതാനുള്ള അതും എഴുതി വെച്ച് അത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. അതും പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ഞാൻ പഠിക്കാൻ ഒന്നും ഇരുന്നില്ല. ഇന്നത്തേക്ക് ഇത്രയൊക്കെ മതി എന്ന് വിചാരിച്ച് രാത്രി ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള എല്ലാവർക്കും ബൈ.